ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീര ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെയും അച്ഛൻ്റെയും വൺ ഓഫ് ദ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അതാ ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുത്തത്. ഒരു 3 വലിയ സൈസുള്ള ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1½ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് 2 വലിയ സൈസുള്ള തക്കാളിയും 2 പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തത്. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. ഈ ഒരു പാകത്തിലാവണം. ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ടത് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ. ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് കേട്ടോ. 1½ ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി നമ്മൾ അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എല്ലോട് കൂടിയുള്ള ബീഫാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ട് ആ ഒരു ഗ്രേവിയും കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഇതാ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഒരു ചെറിയ കുറുകിയ ചോറ് തന്നെയാണെങ്കിലും ഒരു ലേശം ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പം നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഞാനിവിടെ പരത്തി സ്ക്വയറാക്കി പരത്തിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കലുണ്ട് കേട്ടോ. 2-3 ദിവസത്തേക്കുള്ളത് അതിൽ നിന്ന് എടുത്തിട്ട് പരത്തി ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ അതാ ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ കുക്കറിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 8 വിസിൽ വരുന്ന വരെയാണ് ഈ ബീഫ് കറി വേവിച്ചെടുത്തത്. അപ്പോൾ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് ഒന്നും കൂടെ ശ്രദ്ധിക്കുകയും വേണം. തീരെ വെള്ളം ഇല്ലാഞ്ഞാൽ അടി പിടിച്ച് പോകും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് മല്ലിച്ചപ്പ് ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ വിളമ്പണ ഇതാണ് കാണിക്കുന്നത്. 2 ചപ്പാത്തിയും നല്ല ബീഫിൻ്റെ കറി കേട്ടോ. സ്വർഗ്ഗം എന്ന് പറയാം കേട്ടോ. അത്രയും ടേസ്റ്റിയാണ് ഈ ഒരു ബീഫ് കറിക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണേ.